വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമുക്ക് അവൽ കൊണ്ട് ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കിയാലോ? അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അവൽ, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, ക്യാരറ്റ് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഉരുളക്കിഴങ്ങ് 1/2 കപ്പ് വേവിച്ച് ഉടച്ചെടുത്തത്, പകുതി നാരങ്ങയുടെ നീര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞെടുത്തത്. മല്ലിയില ഓപ്ഷണലാണ്, അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവലിടാം. 2 കപ്പ് അവലാട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചെടുത്തത്, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി കൊത്തിയരിഞ്ഞെടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് നാരങ്ങാനീര്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈകൊണ്ട് നന്നായി ഉടച്ചെടുക്കണം കേട്ടോ. ഞാൻ കുഴച്ചു കഴിഞ്ഞു. ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് മിക്സ് ചെയ്യാം. മല്ലിയില ഇടണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ബോൾസ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോരോ ബോൾസ് ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. കാരണം ഇതിൽ അധികം മുരിയാനൊന്നും ഇല്ലല്ലോ. വേവിച്ച ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, സവാള അങ്ങനെയൊക്കെയാണല്ലോ. കണ്ടോ? അപ്പോൾ നമ്മളൊന്ന് തിരിച്ചു കൊടുക്കാം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാ ബോൾസും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാട്ടോ ഇത്. ഒന്നും ചെയ്യാനില്ല, എളുപ്പത്തിൽ കുഴച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള അവൽ കൊണ്ടുള്ള ഈവനിങ് സ്നാക്കാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ഇത് വളരെ എളുപ്പമല്ലേ? നിങ്ങൾ നോക്കി, എല്ലാം കൂടെ കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കുക, ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം.
കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസിയായി ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.